നമസ്കാരം. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നും തുടർച്ചയായിട്ടും PSCയിൽ കണ്ടുവരുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ. ഓപ്ഷനിൽ രാജാ രവിവർമ്മ, അഭിനീന്ദ്രനാഥ ടാഗോർ, രവീന്ദ്രനാഥ ടാഗോർ, സത്യേന്ദ്രനാഥ ടാഗോർ. ശരി ഉത്തരമായിട്ട് വരുന്നത് അഭിനീന്ദ്രനാഥ ടാഗോറാണ്. ഓപ്ഷൻ വൈസ് അനലൈസ് ചെയ്ത് നോക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ വരുന്ന ഏതൊരു ക്വസ്റ്റിനും ഉത്തരം കണ്ടെത്താൻ കഴിയത്തുള്ളൂ. രാജാ രവിവർമ്മ തെറ്റാനുള്ള കാരണം അദ്ദേഹം കിളിമാനൂർ കൊട്ടാരത്തിലെ ചിത്രകാരൻ എന്നറിയപ്പെടുന്നു. പാശ്ചാത്യ അക്കാദമിക് ശൈലിയും ഇന്ത്യൻ പുരാണങ്ങളും കൂട്ടിയിണക്കിയ വ്യക്തിയാണ് ഇദ്ദേഹം. ഈ സൊസൈറ്റിയുമായി ഇദ്ദേഹത്തിന് നേരിട്ട് ബന്ധമില്ല. അഭിനീന്ദ്രനാഥ ടാഗോറാണെങ്കിൽ 1907 തൻ്റെ സഹോദരൻ ഗഗേന്ദ്രനാഥ ടാഗോറിനൊപ്പം ചേർന്നാണ് അദ്ദേഹം ഈ സൊസൈറ്റി സ്ഥാപിച്ചത്. ബംഗാൾ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ മുഖ്യധാരയായിരുന്നു ഇത്. രവീന്ദ്രനാഥ ടാഗോർ തെറ്റാൻ കാരണം അദ്ദേഹം വിശ്വഭാരതി സർവകലാശാലയുടെ സ്ഥാപകനാണ്. സാഹിത്യത്തിന് നോബൽ ലഭിച്ച ഇദ്ദേഹം തൻ്റെ 60കളിൽ മാത്രമാണ് ചിത്രരചനയിലേക്ക് തിരിഞ്ഞത്. സത്യേന്ദ്രനാഥ ടാഗോർ ഇന്ത്യയിലെ ആദ്യത്തെ ICS ഓഫീസറാണ് ഇദ്ദേഹം. അഭിനീന്ദ്രനാഥ ടാഗോറിൻ്റെ ഏറ്റവും പ്രശസ്തമായ ചിത്രമാണ് ഭാരത് മാത. ഇന്ത്യൻ കലയിലെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ വക്താവായിരുന്നു അദ്ദേഹം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ആരാണ് ഭാരത് മാത എന്ന ചിത്രം വരച്ചത്? ഉത്തരം അഭിനീന്ദ്രനാഥ ടാഗോറാണ്. ബംഗാൾ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ പിതാവ് ആരാണ്? അഭിനീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. ഇനി ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിതമായ വർഷം 1907. അഭിനീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രധാന ശിഷ്യനാര്? നന്ദലാൽ ബോസ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ഓപ്ഷനിൽ VV ഗിരി, ഡോക്ടർ സക്കീർ ഹുസൈൻ, ബാസപ്പ ദാനപ്പ ജട്ടി, ധ്യാനി സെയിൽ സിംഗ്. ശരി ഉത്തരമായിട്ട് വരുന്നത് BD ജട്ടിയാണ്, ബാസപ്പ ദാനപ്പ ജട്ടി. ഓപ്ഷൻ വൈസ് അനലൈസ് ചെയ്ത് നോക്കാം. VV ഗിരി തെറ്റാൻ കാരണം ഇദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡൻ്റ് ആയിരുന്നു. എന്നാൽ അത് ഡോക്ടർ സക്കീർ ഹുസൈൻ്റെ മരണത്തെ തുടർന്നായിരുന്നു. ഡോക്ടർ സക്കീർ ഹുസൈൻ തെറ്റാൻ കാരണം ഇദ്ദേഹം അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ബാസപ്പ ദാനപ്പ ജട്ടിയാണ് ശരിയായിട്ട് വരുന്നത്. 1977 ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ അന്നത്തെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന BD ജട്ടിയാണ് ആക്ടിംഗ് പ്രസിഡൻ്റായി ചുമതലയേറ്റത്. ഗ്യാനി സെയിൽ സിംഗ് തെറ്റാൻ കാരണം ഇദ്ദേഹം ഇന്ത്യയുടെ 7ാമത്തെ പ്രസിഡൻ്റായിരുന്നു. സിഖ് വംശജനായ ആദ്യ പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം. ഇന്ത്യൻ ചരിത്രത്തിൽ 2 പ്രസിഡന്റുമാരാണ് അധികാരത്തിലിരിക്കെ അന്തരിച്ചത്, ഡോക്ടർ സക്കീർ ഹുസൈനും ഫക്രുദ്ദീൻ അലി അഹമ്മദും. നിലവിലെ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവാണ്. ഈ മേഖലയിൽ നിന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനായിട്ട് വന്ന 2 ക്വസ്റ്റ്യൻസ് ആണിത്. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആര്? ഡോക്ടർ സക്കീർ ഹുസൈൻ. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇല്ലാത്ത സാഹചര്യത്തിൽ ആക്ടിംഗ് പ്രസിഡന്റായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരം ജസ്റ്റിസ് M ഹിദായത്തുള്ള. ഈ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാവുന്ന 2 ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. ഏറ്റവും കൂടുതൽ കാലം ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആര്? ഉത്തരം BD ജട്ടിയാണ്. പ്രസിഡന്റ് പദം ഒഴിവ് വന്നാൽ എത്ര മാസത്തിനുള്ളിൽ പുതിയ തിരഞ്ഞെടുപ്പ് നടത്തണം? ഉത്തരം 6 മാസം. അടുത്ത ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷനിൽ HN കുൻസ്രു, VP മേനോൻ, KM പണിക്കർ, ഫസൽ അലി. ശരി ഉത്തരമായിട്ട് വരുന്നത് ഫസൽ അലിയാണ്. ഓപ്ഷൻ വൈസ് അനലൈസ് ചെയ്ത് നോക്കാം. HN കുൻസ്രു തെറ്റാൻ കാരണം ഇദ്ദേഹം ഫസൽ അലി കമ്മീഷനിലെ ഒരു അംഗം മാത്രമായിരുന്നു. VP മേനോൻ തെറ്റാൻ കാരണം ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ ലയനത്തിൽ സർദാർ പട്ടേലിനോടൊപ്പം നിർണായക പങ്കുവഹിച്ച ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം. KM പണിക്കർ തെറ്റാൻ കാരണം ഇദ്ദേഹവും ഫസൽ അലി കമ്മീഷനിലെ ഒരു അംഗം മാത്രമായിരുന്നു. ശരിയായ ഉത്തരം ഫസൽ അലിയാണ്. 1953 നിയമിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഇദ്ദേഹമായിരുന്നു. അതിനാൽ ഈ കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ എന്നും അറിയപ്പെടുന്നു. ഈ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് 1956 നവംബർ 1 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിച്ചത്. ഇതിൻ്റെ ഭാഗമായാണ് ഐക്യ കേരളം നിലവിൽ വന്നത്. ഈ ഭാഗത്തു നിന്ന് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണിത്. സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കിയ വർഷം? ഉത്തരം 1956. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ആന്ധ്രാപ്രദേശ്, 1953. ഫസൽ അലി കമ്മീഷനിലെ മലയാളി അംഗം ആര്? KM പണിക്കർ. ഈ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാവുന്ന 2 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഫസൽ അലി കമ്മീഷന് മുമ്പ് സംസ്ഥാന രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനുകൾ ഏവ? ഉത്തരം SK ധർ കമ്മിറ്റി, JVP കമ്മിറ്റി. ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ്? ഉത്തരം 1955 സെപ്റ്റംബർ 30. അടുത്ത ചോദ്യം, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവയ്ക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? ഓപ്ഷനിൽ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല, ചൗരി ചൗര സംഭവം, ഉപ്പ് സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം. ശരി ഉത്തരമായിട്ട് വരുന്നത് ചൗരി ചൗര സംഭവമാണ്. ഓപ്ഷൻ വൈസ് അനലൈസ് ചെയ്യാം. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13 ഇത് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ ഒരു പ്രധാന കാരണമായ സംഭവമാണ്. ചൗരി ചൗര സംഭവമാണ് ശരിയായി വരുന്നത്.
1922 ഫെബ്രുവരി 5-ന് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലുള്ള ചൗരി ചൗരയിൽ പ്രതിഷേധക്കാർ ഒരു പോലീസ് സ്റ്റേഷനിൽ തീയിടുകയും 22 പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിൽ മനംനൊന്താണ് ഗാന്ധിജി പ്രസ്ഥാനം പിൻവലിച്ചത്. ഉപ്പ് സത്യാഗ്രഹം തെറ്റാൻ കാരണം ഇത് 1930-ൽ നടന്ന സംഭവമാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. ചമ്പാരൻ സത്യാഗ്രഹം തെറ്റാൻ കാരണം ഇത് 1917-ൽ നടന്ന ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് 1922 ഫെബ്രുവരി 12-ന് ബർദോളിയിൽ ചേർന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയാണ് ഔദ്യോഗികമായി പ്രസ്ഥാനം പിൻവലിക്കാൻ തീരുമാനിച്ചത്. ഈ ഭാഗത്തു നിന്നും വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ചോദ്യം 1. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. ഉത്തരം ബർദോളി. ചൗരി ചൗര സംഭവം നടന്ന വർഷം. ഉത്തരം 1922. ഈ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാവുന്ന 2 ചോദ്യങ്ങൾ കൂടി നോക്കാം. ചോദ്യം 1. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ചോദ്യം 2. ചൗരി ചൗര സംഭവ സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആര്? ഉത്തരം ലോർഡ് റീഡിംഗ്.